ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് മടക്കുസാൽ, അതുപോലെ തന്നെ ഐനാസ് എന്നും ഇതിന് പേരുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ വീടുകളിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ട് പരിചയമുള്ളത്. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തരം സ്നാക്സ് ആണ്. അപ്പൊ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിക്ക് നമുക്ക് കടന്നാലോ. അതിനായിട്ട് ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ 3 കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഒരു 1/4 സ്പൂണ് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂടുതൽ ഉപ്പൊന്നും ആഡ് ചെയ്യരുത്. നമ്മളിപ്പോ മധുരത്തില് വിളയിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഉപ്പ് അധികം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു 1/4 സ്പൂണൊക്കെ മതി. ഇനി സ്വല്പം വെള്ളം ഒഴിക്കാം. കുഴയ്ക്കുന്ന രീതിയിലുള്ളത്, അതായത് കുഴയ്ക്കാൻ പറ്റിയ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഒരു എണ്ണ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. നന്നായിട്ട് കുഴയ്ക്കാം. നമ്മളിപ്പോ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഞാനൊരു ചെറിയ ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യില് കളറ് യെല്ലോ കളറ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്താലും മതി. അതിനുശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് പാതിമുറം നന്നായിട്ടൊന്ന് തുടയ്ക്കാം. നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഈ അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതുപോലെ ആ പാതിമുഖത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഈ പരന്ന പ്രതലത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലാണ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ഇതില് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് സമയത്തേക്ക് ഇത് മാറ്റി മൂടി വെക്കാം. ഇനി ആ കുഴച്ചെടുത്ത പ്രതലത്തില് നമുക്ക് മൈദാപ്പൊടി ഇട്ടിട്ട് കുറച്ച് വിതറാം. അതിലേക്കാണ് ഇനി നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായി. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി കോലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അതിന് മുകൾഭാഗത്തൊക്കെ കുറേശ്ശെ ഈ മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ പരത്താവുന്ന രീതിയിൽ, സെറ്റാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ പൊടികൾ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റായി പരത്തിയെടുക്കണം. മാക്സിമം നമ്മളിതിന് കനം കുറച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അതായത് നന്നായിട്ട് പരത്തി ഇതിന്റെ കനം നന്നായിട്ട് കുറച്ച് കിട്ടണം. അപ്പൊ അതുവരെ നമ്മളിത് പരത്തിയെടുക്കണം. ആവശ്യത്തിനുള്ള പൊടി ഉപയോഗിച്ച് നമ്മളിതിലേക്ക് പരത്തിയെടുക്കാം. ഇതിന്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഒട്ടി പിടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്വല്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ ഇതിലേക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് പരത്തുന്നത്. അപ്പൊ എല്ലാ ഭാഗത്തും ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ അരിപ്പൊടി ഒന്ന് ഇതുപോലെ തൂവി കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മടക്കണം. അപ്പോൾ മടക്കുമ്പോൾ നമ്മൾ ഇത്തിരി മുറുകിയ രീതിയിൽ ഒന്ന്
അഴയാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി മുറുക്കി വേണം മടക്കി മടക്കി കൊണ്ടുവരാനായിട്ട്. അപ്പം മെല്ലെ സാവകാശം ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമുക്ക് സ്വല്പം വെള്ളം എടുക്കാം. അത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം അറ്റത്ത് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി കൊടുക്കുക. 2-3-4 തവണ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തറ്റത്തെ ഭാഗം, അതായത് ലാസ്റ്റത്തെ ഭാഗം 2 വശത്തെയും ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം ഓരോന്നും ഇതേപോലെ മുറിക്കുക. അപ്പം ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടുന്നുണ്ടാവും. ഇതാണ് മടക്കിൻ്റെ ആ ആകൃതി. അപ്പോൾ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അതുപോലെ കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ ഐനാസൊക്കെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ളൊരു ഷേപ്പിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം നമ്മളെല്ലാതും ഇങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാനൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാക്കാൻ പോവാണ്. ഈ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇത് മുങ്ങി കിടക്കാവുന്ന രീതിയിലുള്ള ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3 വീതമാണ് ഇടുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസ് ആണ് ഇതിലുള്ളത്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമുക്ക് മറച്ചിടാം. അപ്പോൾ ഒരു ഏകദേശം നമുക്ക് മൊരി പോലെ വന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരണ കണ്ടില്ലേ, നമ്മുടെ പപ്പടമൊക്കെ പൊന്തി വരില്ലേ, അതുപോലെ ഓരോ എന്താ പറയുക അഴകും ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട്. ഓരോ അലകളുമായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐനാസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ ആ ലൈന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര ലൈന് സെറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് പഞ്ചസാര 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിള വരണം. അതിനുശേഷം ഒരു വെള്ള കളർ വരും. ഒരു ക്രിസ്റ്റൽ പരുവത്തിലാകുമ്പോൾ ഇതേപോലെ ഒരു വെള്ള കളറിലാകുമ്പോൾ ഏകദേശം നമ്മൾ ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, കൈമ 2 നൂലറ്റം അതുപോലെ കിട്ടുമ്പോഴാണ് ഇത് സെറ്റായെന്ന് മനസ്സിലാവുക. നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ 2 നൂലറ്റം പോലെ വിടാത്ത രീതിയിൽ നിൽക്കും. അപ്പം അങ്ങനെയായ സെറ്റായി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കുക. അപ്പം നമ്മൾ ശരിക്കും ഐനാസിൻ്റെ മുകളിൽ പലയിടത്തായിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ രീതിയിൽ കണ്ടിട്ടില്ലേ, അതുപോലെ ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഐനാസ് റെഡി ആയി കഴിഞ്ഞു. അത് മടക്ക് സാൻ എന്നും പറയും. അപ്പം നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ നല്ല റെസിപ്പീസുമായി ഇച്ചായനി ചിപ്പൂസ് മറ്റൊരു ദിവസം വരുന്നതാണ്. ബൈ.